വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7:25 എന്നീ അധ്യായങ്ങളെ ആസ്പദമാക്കി ഞങ്ങൾ അവതരിപ്പിക്കുന്നു. വൻമഴ ചുരിഞ്ഞു, നദികൾ പൊങ്ങി. അത് ശരിയാണല്ലോ. കർത്താവിന് എപ്പോഴാണ് വിശന്നത്, എപ്പോഴാണ് രോഗിയായിട്ടുള്ളത്? ന്യായവിധി ദിവസത്തെ കാഴ്ചകൾ കണ്ടിട്ടും നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലേ? നിങ്ങളല്ല മുമ്പിവിടൊന്നും കണ്ടിട്ടില്ലല്ലോ. നിങ്ങൾ എന്തിനാണ് വന്നത്? ഞങ്ങൾ വചനവുമായി വന്നവർ. നിന്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായ വചനം. ഞങ്ങൾ നിങ്ങളെ സഹായിക്കാൻ വന്നതാണ്. നിങ്ങൾക്ക് ഞങ്ങളെ എങ്ങനെ സഹായിക്കാൻ കഴിയും? നിങ്ങൾ ഇപ്പോൾ ന്യായവിധി ദിവസത്തിലെ കാഴ്ചകളല്ലേ കണ്ടത്? ഞങ്ങൾ നിങ്ങളെ വർത്തമാന ദിനത്തിലെ കാഴ്ചകളെ കാണിച്ചു തരാം. വചനത്തിന്റെ വെളിച്ചത്തിൽ കാണും, വിവേചനം ചെയ്യും. ഇതാണ് തോണിക്കര, കോട്ടയം ജില്ലയിലെ പ്രശാന്ത സുന്ദരമായ ഒരു മലയോര ഗ്രാമം. ഈ ഗ്രാമത്തെ രണ്ടാം ഭാഗത്താണ് മീനച്ചിലാത്ത പ്രയാണം. വറീത് ചേട്ടന്റെ ചായക്കടയാണ് ഇവിടുത്തെ പ്രധാന ആവശ്യം. ഞാനാണ് ഈ വറീത് ചേട്ടൻ. എടാ, പണിയെല്ലാം തുടങ്ങിയോ? ആൾക്കാരിപ്പോ എത്തും. പണിക്കാരൻ പുതിയ പയ്യനാ, എല്ലാം പഠിപ്പിച്ചെടുക്കണം. എന്നാ മഴ ചെയ്ത് 2 ദിവസമായി തകർത്ത് വെയ്യ. മീനച്ചിലാറ്റിൽ വെള്ളം പൊങ്ങി കിടന്നത് നല്ല മഴവാ. ചേട്ടൻ 2 ചൂട് ചായ കുടി. അവിടുത്തെ വീടുകളിലെല്ലാം വെള്ളം പൊങ്ങി. അവിടുത്തെ വീടുകളിലെ ആൾക്കാരെ എല്ലാം ക്യാമ്പിലേക്ക് മാറ്റുമെന്നാ കേട്ടത്. എന്നാടാ? മഴ കാരണം ആർക്കും പണിയൊന്നുമില്ല ചേട്ടാ. എല്ലാം കഴിക്കാൻ തരാമോ ചേട്ടാ? ഇപ്പൊക്കേ പോടാ, രാവിലെ തന്നെ വിലക്കെടുത്താൽ മതി. പോടാ. എന്റെ വരീതേ, ഇവന് വല്ലതും കൊടുക്ക്. ഈ മഴയത്ത് അവൻ എവിടെയാ പണി? ഡാബായി അവിടെ നിന്നേ നിങ്ങൾ വല്ലതും വാങ്ങി കഴിക്കൂ. വളരെ നന്ദി ചേട്ടാ. ജോർജോട്ടി, ഞാൻ നിന്റെ പേര് മാറ്റെടുക്കുക. സഹോദര ദേവി നിലനിൽക്കട്ടെ, അതിഥി സൽക്കാരം മറക്കരുത്. അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ. മഴ തകർക്കുകയാണല്ലോ. ദേ, അത് നമ്മുടെ അപ്പു അനിയനല്ലേ വരുന്നു. അവനെ അനിയന് സുഖമില്ല. എടാ, നിന്റെ അനിയന് പോയി. എടാ മോനെ, ഒരു ഓപ്പറേഷൻ വേണം. അതിന് 5000 രൂപ വേണ്ടി വെക്കണം. കടമായിട്ട് കുറച്ച് പൈസ തരാമോ? സോകേട്ടാ, നിങ്ങൾക്ക് എന്നെ ചിട്ടിയിട്ടത് കുറച്ചങ്ങ് കൊടുക്ക്. അയ്യോ, ഞാൻ എന്നെ കൊണ്ട് ബൈക്ക് വാങ്ങിയാൽ പോവാ. എന്റെ കയ്യിൽ ഇപ്പൊ പൈസയില്ല. നീ ഇവിടെ ഞാൻ പണ്ടേച്ചോന്ന് ചോദിച്ചു നോക്കി. ആ, മഴ കുറഞ്ഞു, ഞാൻ പോട്ടെ. ഞാൻ പ്രാർത്ഥിക്കാനല്ലോ. എടാ, നീ അവിടെ നിന്ന് നീ എന്റെ വീട്ടിലേക്ക് വരണം. വിഷമിക്കാൻ നമുക്ക് വഴിയുണ്ടാക്കാം. യെഹെസ്കേൽ പ്രവാചകൻ ഇപ്രകാരം പറയുന്നു: നിങ്ങൾ ബലഹീനമായതിനെ ശക്തീകരിക്കുകയോ ദീനം പിടിച്ചതിനെ ചികിത്സിക്കുകയോ ഒടിഞ്ഞതിനെ മുറിവ് കെട്ടുകയോ ചിതറിപ്പോയതിനെ തിരിച്ചെത്തിക്കുകയോ കാണാതെ പോയതിനെ കണ്ടെത്തുകയോ ചെയ്യാതെ കഠിനതയോടും ക്രൂരതയോടും കൂടെ അവയെ ഭരിച്ചിരിക്കുന്നു. ശിവുവിന്റെ വീട്ടിന് ഒരു കുഴപ്പവും പറ്റില്ല. നല്ല ഇഷ്ടികയും ഇരിക്കിന്റെ വാതിലും കൊണ്ടല്ലേ അത് പണിതിരിക്കുന്നത്. ചേട്ടനോട് ചൂട് ചായ. ഇതായി പുതിയ പണിക്കാരൻ. ഇവൻ നമ്മുടെ കള്ളദോഷത്തിന് പോലല്ലേ? ആ, ഇവനാ കള്ളന്റെ പോനാ. ഇയാ കള്ളന്റെ പോനാണോ? ഇവനെ പോലുള്ളവനെ നമ്മൾ പണി വെക്കാൻ പറ്റില്ല. അങ്ങനെ ചെയ്താ എന്റെ കള്ളപ്പിനാരെ പോകുന്നേ. അറിയപ്പെടാ. എന്റെ പറയില്ലേ, അവന്റെ ജോലി പോയ അവന്റെ കുടുംബം പട്ടിണിയാണ്. ഇവനെ പോലുള്ളവനെ ഇവിടെ പണിക്ക് വെക്കാൻ പറ്റില്ല. അച്ഛമ്മേനെ കൊണ്ടുപോ. നീ എന്റെ കൂടെ വാ. ആകയാൽ നിങ്ങളും
അയ്യോ ഷിബുവിന്റെ വീടോ? ഞാൻ വിചാരിച്ച റെജിയുടെ വീടായിരിക്കും വീടാവുന്നേ. ആ വീടിനെ കണ്ടാൽ എനിക്കൊന്നും ഇല്ല. റജിയുടെ വീടിന് ഒരു കുഴപ്പവുമില്ല. അത് നല്ല പാറയിൽ അടിസ്ഥാനമിട്ട വീടാണ്. ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവർക്കൊക്കെ പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യരാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ച ആ വീടിന്മേൽ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീടില്ല. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു. ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു. ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു. കർത്താവേ, ഞങ്ങൾ നിന്നെ കണ്ടിട്ടേയില്ലല്ലോ. തോണിക്കരയിലെ വറീദിന്റെ ചായക്കടയിൽ വന്ന ഇളയവരെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ചേട്ടാ വിശക്കുന്നു. ഓപ്പറേഷൻ 5000 രൂപ